അപ്പോൾ ചെക്കന്മാരെ നമ്മളെ കൈക്ക് വന്നിട്ടുള്ളത് iPhone 12 ആണ്. ക്യാമറ ജെർക്കിങ്, ക്യാമറൻ്റെ അകത്ത് മാഗ്നറ്റ് ഇട്ടിട്ടും ഈ സെയിം കംപ്ലയിൻറ്റ്, ക്യാമറ ഇങ്ങനെ ഡാൻസ് കളിക്കും. അപ്പോൾ അങ്ങനത്തെ കേസുകൾ ക്യാമറ മാറണം. ക്യാമറ മാറ്റിയ സമയത്ത് ക്യാമറ അൺനോൺ പാട്ട് കാണിക്കുന്നുണ്ട് സെറ്റിങ്സിനകത്ത്. 12 മുകളിലേക്ക് ക്യാമറ അൺനോൺ പാട്ട് കാണിക്കും. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാമറയുടെ അൺനോൺ പാട്ട് ഒഴിവാക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ പഴയ ക്യാമറ എന്ത് ചെയ്യുക, V1SEയിൽ കണക്ട് ചെയ്യുക. V1SEയിൽ കണക്ട് ചെയ്തതിന് ശേഷം നമുക്കവിടെ ക്ലൗഡ് ബാക്കപ്പ് ഓപ്ഷൻ ഉണ്ടാവും. അതെന്ത് ചെയ്യാം, ക്ലൗഡ് ബാക്കപ്പ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യണം കേട്ടോ. അതിന് ശേഷമാണ് ക്ലൗഡ് ബാക്കപ്പ് കൊടുക്കേണ്ടത്. അപ്പോൾ ക്ലൗഡ് ബാക്കപ്പ് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിൽ ക്യാമറൻ്റെ ടാഗുകൾ വാങ്ങാൻ കിട്ടും. JCIDൻ്റെ ടാഗുകൾ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോണിൻ്റെ ക്യാമറൻ്റെ അകത്ത് കണക്ട് ചെയ്തിട്ട് അത് V1SEയിൽ കണക്ട് ചെയ്യാം. ഞാൻ ക്ലൗഡ് ബാക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ടാഗാണ് വാങ്ങേണ്ടത്. ഈ ടാഗ് വാങ്ങിയിട്ട് ആ ക്യാമറയിൽ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, V1SE കണക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ അത് കണക്ട് ചെയ്ത് ബാക്കപ്പ് ചെയ്ത ഡാറ്റ ഇതിലേക്ക് തിരിച്ചിടണം. അപ്പോൾ ഈ ക്യാമറ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഒന്ന് ടെസ്റ്റ് കൊടുക്കണം. ഇതിൽ ഫോൺ കണക്ട് ചെയ്ത് നോക്കണ്ട. ഫോൺ നമുക്ക് V1SEയിൽ കണക്ട് ചെയ്യണം. അപ്പോൾ ടെസ്റ്റിങ് ഓക്കെ. അടുത്ത ക്ലൗഡ് അവിടെ ബാക്കപ്പ് ചെയ്ത് തിരിച്ച് റേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ലോഡിങ് വരും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡാറ്റയ്ക്ക് ഇതാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡാറ്റ നമുക്ക് അതിൽ കയറി ചെക്ക് ചെയ്യുമ്പോൾ ടെസ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്യാമറ ഫോണിലിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ ഷീൽഡിലിട്ട് പക്കായിട്ട് പാക്ക് ചെയ്യണം. അവിടെ മടക്കി വെക്കേണ്ടതാണ്. അപ്പോൾ മടക്കി വെക്കുന്ന സമയത്ത് സ്ട്രിപ്പ് ഡാമേജ് ആക്കാനും ഉണ്ടാകാൻ പാടില്ല. നല്ല രീതിയിൽ ചെക്ക് ചെയ്യണം. അപ്പോൾ ക്യാമറ ഫുൾ വർക്കിംഗ് ആണ്. സെറ്റിങ്സിനകത്ത് ക്യാമറ അണ്ണും പാട്ടുകളൊന്നും കാണിക്കുന്നില്ല. ഇനി 3D ടൂൾസ് ചെക്ക് ചെയ്താൽ പോലും ഇതിൻ്റെ ക്യാമറ മാറിക്കണില്ലേ അറിയില്ല. ഒക്കെ നോർമലാണ്. അപ്പോൾ ഇതേപോലെ ആർക്കെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിച്ചാൽ മതി.